വെൽക്കം ബാക്ക് ടു ജാലം ലേണിംഗ്. നിയാമിസ് ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 40 MCQ പഠിക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും ഇല്ലേ? അത് എല്ലാവർക്കും പാടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് തെറ്റിയാല് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ഒരു താളം തെറ്റും. അങ്ങനെ തെറ്റ് വരാതിരിക്കാൻ ഒരു 40 MCQ നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലുള്ളതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു among the following attempted to estimate India's national income for the pre-independence period? അപ്പൊ കുറെ പേര് നാഷണൽ ഇൻകം എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പേഴ്സന്റെ പേര് മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഇസ് VKRV റാവു. ആരാണ്? VKRV റാവു ആണ്. ഇനി when did India enter into the second stage of demographic transition? ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി 3 സ്റ്റേജസ് പഠിച്ചു. ഇന്ത്യ എപ്പോഴാണ് ഒന്നാമത്തെ സ്റ്റേജിൽ നിന്നും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തിയത്? 1921 1921 വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ജമീന്ദാരി സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ വന്നത്? 1793 1793. ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സ്റ്റഡി സ്മോൾ സ്കെയിൽ. മിസ് പറഞ്ഞു സ്മോൾ സ്കെയിൽ എന്ന് കേട്ടാൽ എന്താലോചിക്കണം? സ്മോൾ സ്കെയിൽ എന്ന് കേട്ടാൽ കാർവേ എന്ന് ആലോചിക്കണം. എന്തെന്ന് ആലോചിക്കണം? കാർവേ. അപ്പൊ ഉത്തരം എന്താണ്? കാർവേ കമ്മിറ്റി. വെരി ഈസി അല്ലേ? എന്ത് ഈസിയായ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി വെൻ വാസ് ഇന്ത്യസ് ഒഫീഷ്യൽ സെൻസസ്? ഒഫീഷ്യൽ സെൻസസ് എന്നാണ്? നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. ഈ O കണ്ടോ? ഈ O നമ്മൾ 8 ആയിട്ട് ആലോചിക്കുക. 28 ഐയിലുള്ള ഒരു I 1 അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് 1881 കിട്ടും. മറന്നു വന്ന കുട്ടികളുണ്ടെങ്കിൽ ഒഫീഷ്യൽ എന്ന വാക്കിന്റെ ആദ്യത്തെ O അത് നമുക്ക് എന്തെടുക്കാം? 28 ആയിട്ട് എടുക്കാം. 1 എന്നിട്ട് ഈ ഒരു I ഇവിടെയും ഈ ഒരു I മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിക്കേ, നമ്മൾ ഒഫീഷ്യൽ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഈ ഡേറ്റ് മറന്നു പോകുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ O എന്ന് പറഞ്ഞാൽ 28 ആണെന്ന് ഓർത്തു വയ്ക്കുക. O എന്ന് പറഞ്ഞാൽ 28 ആണ്. ഇവിടെ 2 I ഉണ്ട്, ഒരു I ഫ്രണ്ടിലും ഒരു I ബാക്കിലും. 1881 അങ്ങനെ ആലോചിച്ചാൽ മതി. ഡേറ്റ് മറന്നു പോകുന്ന മക്കൾ ഉണ്ടാവും അല്ലെ, കൺഫ്യൂഷൻ ഉള്ള മക്കൾ ഉണ്ടാവും. അവരിങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ കാണാതെങ്കിലും പഠിച്ചു വെക്കുക. ഓ യെസ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ദ ഫോറിൻ ട്രേഡ് അണ്ടർ കൊളോണിയൽ പീരിയഡ്? ഓക്കെ, വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. വേറെ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അത് കറക്റ്റ് ആണ് നമുക്കറിയാം. അടുത്ത എന്തായാലും വായിച്ചു നോക്കാട്ടോ. ഇമ്പോർട്ട് ഓഫ് കമോഡിറ്റീസ് ലൈക്ക് വൂൾ, ഷുഗർ ആൻഡ് ഇൻഡിഗോ ടു ഇന്ത്യ. ഇമ്പോർട്ടിംഗ് ആണോ ചെയ്തത്? അല്ല, എക്സ്പോർട്ടിംഗ് ആണ് ചെയ്താൽ ഇവിടുന്ന് കൊണ്ടുപോവാ ചെയ്തത്. അപ്പൊ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, കറക്റ്റ് അല്ല. ലൈറ്റ് മെഷീനറി പ്രൊഡ്യൂസ് ഇൻ ദ ഫാക്ടറീസ് ഓഫ് ഇന്ത്യ, അതും തെറ്റാണ്. ഇന്ത്യൻ ട്രേഡ് വാസ് ഡോമിനേറ്റഡ് വിത്ത് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ. ആണോ? ഡോമിനേറ്റ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഡോമിനേറ്റഡ് ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A തന്നെയാണ്. ലാർജ് ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനെ: The Planning Commission was set upon. എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്? നമുക്ക് ഡേറ്റ് അറിയാം 1950 ആണെന്നുള്ളത്, പക്ഷെ ഇയർ അറിയാം. ഡേറ്റ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. എന്നാണ്? 15th മാർച്ച് ആണ്. 15th മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോഴത്തെ പേരെന്താണ്? നീതി ആയോഗ്. എന്തായോഗാണ്? നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹു ഇസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? ഇന്ത്യൻ പ്ലാനിംഗിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PC Mahalanobis. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യ ഇസ് ഡാഷ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. വെരി ഈസി. ഇന്ത്യ എന്ത് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണ്? 2 എക്കണോമിക് സിസ്റ്റങ്ങൾ കലരുന്ന അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ഒരു എന്താ പറയാ. ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പല കാസ്റ്റിലുള്ള ആൾക്കാരുണ്ട്, പല റിലീജിയനിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ത്യ ഫുൾ ഒരു മിക്സ് ആണ്. അതുകൊണ്ട് ഇന്ത്യയുടെ എക്കോണമി മിക്സഡ് എക്കോണമിയാണ്. എന്ത് എക്കോണമിയാണ്? മിക്സ്ഡ് എക്കോണമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു. ഗ്രീൻ റെവല്യൂഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്? ഹരിത വിപ്ലവം എന്തുമായിട്ടാണ്? അഗ്രികൾച്ചർ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നേ? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ അല്ലെ? എന്തിനാ? കൃഷി ഉൽപാദനങ്ങൾ കൂട്ടുന്നതിനായിട്ട് അല്ലെ? ഒരുപാട് HYV സീഡ്സ് ആവട്ടെ, കെമിക്കൽ ഫെർട്ടിലൈസർ ആവട്ടെ, ഇവയൊക്കെ എന്തിനാ കൊണ്ടുവന്നത്? നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആൻസർ എന്താണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണ്. ഇനി മക്കൾ ഇവിടെ വൈറ്റ് റെവല്യൂഷൻ ആയിരുന്നെങ്കിൽ എന്ത് വരും ആൻസർ? മിൽക്ക് പ്രൊഡക്ഷൻ വരും കേട്ടോ ആൻസർ. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനും
വൈറ്റ് റെവല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക്, വൈറ്റ് പാല് വെള്ള കളറിലാണല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. In which year WTO was formed? World Trade Organization എന്നാണ് ഫോം ചെയ്തത്? 1995 The estimated minimum calorie intake for rural person, കൃത്യമായിട്ട് വായിക്കണേ, റൂറൽ പേഴ്സണിൽ എത്രയാണ് കാലറി ഇൻടേക്ക്? 2400 ആണ്, 2400. Which among the following is related to health sector? ഹെൽത്ത് സെക്ടറുമായിട്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. UGC അല്ല, NCERT അല്ല, ICMR, അതെ ICMR ആണ്. ബാക്കിയൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി the state in which literacy rate is highest in the country, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ്, കേരളമാണ്. എന്താണ്? കേരളമാണ്. ഇനി റൂറൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്, റൂറൽ ഏരിയ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയ ഡെവലപ്പ് ആകണം നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഒബിയസ്ലി വേണം, നമ്മൾ ഫസ്റ്റ് ചലഞ്ച് ആണ് നമ്മുടെ. ലാൻഡ് റിഫോംസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് അലീവേഷൻ ഓഫ് പോവർട്ടി, പോവർട്ടി അലീവേറ്റ് ചെയ്യണ്ടേ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണ്ടേ, വേണം. ഈ 3 പോയിന്റും ശരിയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് വരും? ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡൻ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഗോൾഡൻ റെവല്യൂഷൻ, ഗോൾഡൻ റെവല്യൂഷൻ ഏതാണ്? ഹോർട്ടികൾച്ചർ ആണ് കേട്ടോ, ഹോർട്ടികൾച്ചറെ മറന്നു പോരുത് കേട്ടോ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി which among the following is an advantage of organic farming? ഓക്കെ, ഓർഗാനിക് ഫാമിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? അപ്പൊ ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സ് ഒന്ന് മനസ്സിൽ ആലോചിക്കുക. എക്കോ ഫ്രണ്ട്ലി ആണ്, ലേബർ ഇന്റൻസീവ് ആണ്, ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. പിന്നെ എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നോക്കാം, നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് ലേബർ ഇന്റൻസീവ്, ഫസ്റ്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, അപ്പൊ 2 ഓപ്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ചിലപ്പോൾ ഓൾ ഓഫ് ദി അബോവ് അല്ലെങ്കിൽ A and B എന്നൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ അങ്ങനെ ആലോചിച്ചൊരു ട്രിക്കൊക്കെ ആലോചിച്ച് പഠിച്ചു വെക്കുക. ഇറ്റ് യൂസസ് ലോക്കലി പ്രൊഡ്യൂസ് ഓർഗാനിക് ഇൻപുട്സ്, അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ അടുക്കളയിലുള്ള വെജിറ്റബിൾ വേസ്റ്റ്, ഫ്രൂട്ട്സിന്റെ വേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ചാണകം, ഇതൊക്കെ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നത്. അതൊക്കെയാണ് ഫെർട്ടിലൈസർ, കെമിക്കൽ ഒന്നും ഉപയോഗിക്കില്ല. സോ ഈ 3 പോയിന്റും ശരിയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ് കേട്ടോ. സോ നബാർഡ് is an open bank providing credit sector to നബാർഡ്. ഏത് ഏരിയയിലാണ് നബാർഡ്? അഗ്രികൾച്ചർ. എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടർ. കമ്പൈൻഡോ ഇൻഡസ്ട്രിയലോ ടെർഷറിയോ ഒന്നും അല്ല. വിച്ച് ഓർഗനൈസേഷൻ is responsible for estimating unemployment in India? നമ്മൾ കുറച്ച് ഡേറ്റ സോഴ്സസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അൺഎംപ്ലോയ്മെന്റിനെ പറ്റി നമുക്ക് ഡേറ്റ തരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ഓപ്ഷനകത്തുള്ളത്. അതൊന്നു മാത്രമാണ് NSSO. എന്താണ്? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജിയോമെട്രിക് ഡയഗ്രാം? ഒരു ജിയോമെട്രിക് ഡയഗ്രാം ഇതിൽ ഏതാണ്? ഹിസ്റ്റോഗ്രാം, ഒജീവ്, ഫ്രീക്വൻസി ഒക്കെ എന്ത് ഡയഗ്രാമാണ്? ഇത് 3ഉം ഫ്രീക്വൻസി ഡയഗ്രാം ആണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീക്വൻസി ഡയഗ്രാം ഏതാണെന്ന് അറിയാം, പക്ഷെ ജിയോമെട്രിക് ഡയഗ്രത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് മക്കളെ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, തെറ്റായിട്ടുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാ. അതും ഒരു എന്താ പറയാ, ശരി ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. തെറ്റുത്തരം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ശരി ഉത്തരത്തിലേക്ക് എത്തുക. നമ്മൾ അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. നമുക്കറിയില്ല ജിയോമെട്രിക് ഡയഗ്രാം എന്താണ്, മറന്നുപോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി ഡയഗ്രാം ഓർമ്മയുണ്ട്, ഹിസ്റ്റോഗ്രാം, ഒജീവ്, ഫ്രീക്വൻസി പോളിഗൺ ആണ്. അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ബാർ ഡയഗ്രാം ആണ്, ജിയോമെട്രിക് ഡയഗ്രാം കിട്ടത്തില്ലേ? കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡിങ് മോഡ്? മോഡ് കണ്ടുപിടിക്കുന്ന ഏതിലൂടെയാണ്? ഹിസ്റ്റോഗ്രാമിലൂടെയാണ്. ഹിസ്റ്റോഗ്രാം. മീഡിയൻ കണ്ടുപിടിക്കുന്ന ഏതിലൂടെയാണ്? ഒജീവിലൂടെയാണ്. 2ഉം ഓർത്ത് വെച്ചേക്കണം. ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് 3 മെയിൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉള്ളത്: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ. അപ്പൊ എന്താ ആൻസർ വരും? ഓൾ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ ടെസ്റ്റിംഗ് ഓഫ് എ ക്വസ്റ്റ്യനെയർ. പ്രീ ടെസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യനെയർ നല്ലതാണോ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യും, പ്രീ ടെസ്റ്റ് ചെയ്യും ക്വസ്റ്റ്യനെയർ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? പൈലറ്റ് സർവേ. അതേപോലെ നിങ്ങൾ 2 മാർക്കിനും 3 മാർക്കിനും പൈലറ്റ് സർവേയുടെ മെറിറ്റ്സ് ചോദിക്കാം കേട്ടോ, അതും പഠിച്ചു വെക്കണേ. ഡേറ്റ കളക്ടഡ് ഫ്രം എ ന്യൂസ് പേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ന്യൂസ് പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ, ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ള ആരോ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റയിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായി? സെക്കൻഡറി ഡേറ്റയായി. സെക്കൻഡറി ഡേറ്റ. പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ്, സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് അണ്ടർ സ്റ്റഡി. അതായത് ഇപ്പൊ നമ്മൾ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മളിപ്പോ കേരളത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കേരളത്തിലുള്ള മൊത്തം ആൾക്കാരെ നമ്മളെടുത്ത് പഠിക്കണം, അതാണ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് A ആണ്. ഇനി population classified on the basis of gender is an example for.
ജെൻഡറിന്റെ രീതിയിൽ അല്ലെങ്കിൽ ജെൻഡറിന്റെ ബേസിൽ നമ്മൾ ഡേറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും അല്ലെ? അല്ല, എന്ത് വിളിക്കും? ക്വാളിറ്റേറ്റീവ് ആണ്. ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡേറ്റ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടാലി മാർക്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ്. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ ടാലി മാർക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്ലാസിന്റെ ഫ്രീക്വൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ക്ലാസിന്റെ ഫ്രീക്വൻസി? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ? പോപ്പുലേഷൻ ആണ് ഈ തന്നിട്ടുള്ളവയിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വേരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഏത് ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിലും എടുക്കാൻ വരുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേര്? കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേരിയബിൾ ഏതാടാ? കണ്ടിന്യൂസ് വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് ഇന്റർവൽ ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു. ക്ലാസ് ഇന്റർവൽ ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു അപ്പർ ക്ലാസ് ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ്. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് ഇതൊക്കെ അല്ലെ? അതിന് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡേറ്റ ക്ലാസിഫൈഡ് വിത്ത് റെഫറൻസ് ടു ടൈം അല്ലെങ്കിൽ ഇയർ, മന്ത്. നമുക്കറിയാം ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇതൊക്കെ. എന്നാൽ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റയിൽ നിങ്ങൾ ഒരാളെ കൂടെ പഠിക്കുന്നുണ്ട്. ഇയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? അടുത്ത ക്വസ്റ്റ്യൻ, ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻടു 2 ഈക്വൽ പാർട്സ്. 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു സീരീസിനെ ഡിവൈഡ് ചെയ്യുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വിളിക്കുന്ന പേര് മീഡിയൻ എന്നാണ്. എന്താണ്? മീഡിയൻ ആണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒബ്സർവ്ഡ് വാല്യൂ? വെരി ഇമ്പോർട്ടന്റ്. മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് മോഡാണ് കേട്ടോ മക്കളെ, മോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the sum of the values all observation divided by the number of observation. Very simple. എന്താണ്? അരിത്തമെറ്റിക് മീൻ ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് വൈറ്റ് റെവല്യൂഷനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. വൈറ്റ് എന്ന് കേൾക്കുമ്പോൾ എന്താണ്? മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. സോ ആൻസർ എന്ത് വരും? മിൽക്ക് പ്രൊഡക്ഷൻ വരും. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പേഴ്സൺ who own and operate an enterprise to earn their livelihood are known. സ്വന്തമായിട്ടൊരു കടയുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓൺ ചെയ്ത് അതിനകത്ത് വർക്ക് ചെയ്ത് അതിൽ നിന്ന് ജീവിതമാർഗം കണ്ടെത്തുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താണ്? സെൽഫായിട്ട് എംപ്ലോയ് ചെയ്ത ആൾക്കാർ, സെൽഫ് എംപ്ലോയിഡ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ കൃത്യമാക്കി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ? ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. സോ എ ആണ് ആൻസർ. അടുത്തത്, എക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാതുള്ള ഗ്രോത്ത്. GDP കൂടുന്നുണ്ട്, എന്നാൽ എംപ്ലോയ്മെന്റ് കൂടുന്നില്ല, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുന്നില്ല. ആ ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് ജോബ് ലെസ് ഗ്രോത്ത്. എന്താണ്? ജോബ് ലെസ്, ജോലി ഉണ്ടാക്കാത്ത ഗ്രോത്ത്, ജോബ് ലെസ് ഗ്രോത്ത് കേട്ടോ. ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പേഴ്സൺ who is not able to get employment of even 1 hour. ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുമില്ല. ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി 1 മണിക്കൂർ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജോലി കണ്ടെത്താൻ പറ്റാത്ത ആളെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ബാക്കിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഡിസ്ഗൈസ്ഡ്, സ്ട്രക്ചറൽ, സീസണൽ. ഇതൊന്നും അല്ല, അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പം സിമ്പിൾ ആയിട്ട് ഡിസ്ഗൈസ്ഡ് എന്താണ്? ആവശ്യത്തിലും അധികം ആൾക്കാർ ഒരു സ്ഥലത്ത് എംപ്ലോയ് ചെയ്യുന്നു. അതായത് ഇപ്പം 10 പേര് കൂടി ഒരു ജോലിയാണ്, അതിൽ 10ാമത് ഒരാളെ എടുത്ത് മാറ്റി 9 പേര് ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ ഈ ഒരാൾ വെറുതെ വർക്ക് ചെയ്യാണ്, അതിനാണ് ഡിസ്ഗൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി സീസണൽ എന്ന് പറയുമ്പോൾ ഒരു സീസണിൽ മാത്രമേ നമുക്ക് ജോലിയുള്ളൂ. അപ്പൊ സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഏതാണ്? സോ നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും ടെർഷറിയിലും എന്തൊക്കെയാ വരുന്നത് ആലോചിക്കണം. എന്തൊക്കെയാ വരുന്നത്? ട്രാൻസ്പോർട്ടും സ്റ്റോറേജും ഒക്കെ ടെർഷറിയിലാണ് വരുന്നത്. ട്രേഡും ടെർഷറിയിലാണ് വരുന്നത്. മാനുഫാക്ചറിങ് എവിടെ വരും? സെക്കൻഡറിയിൽ വരും. ആൻസർ ആണ്. അഗ്രികൾച്ചർ നമുക്കറിയാം പ്രൈമറിയാണ്. സോ യെസ്, നമ്മുടെ ആൻസർ മാനുഫാക്ചറിങ് ആണ്. മക്കളെ, നമ്മൾ അപ്പം 40 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ഇവിടെ ഫിനിഷ് ചെയ്തു.
ഈ 40 MCQ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, പറഞ്ഞ ട്രിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇന്ന് ഒരു മെഗാ മാരത്തോൺ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. സോ മാരത്തോണിലേക്ക് എല്ലാവരും വന്ന് ചേരുക. അവിടെ വന്ന് കൃത്യമായിട്ട് നമ്മുടെ 12 ചാപ്റ്റേഴ്സ് പഠിക്കുക. നിങ്ങളുടെ ഓണം എക്സാം അല്ല, ക്രിസ്മസ്. ഓണം എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞേ. സോ ക്രിസ്മസ് എക്സാം അടിപൊളിയായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.